ഹലോ. ഹലോ, പറയാം. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം. ഞാൻ സംശയം ചോദിച്ചാൽ വേണ്ടി വിളിച്ചായിരുന്നു. ഉം, എൻ്റെ പേര് ഷിബു എന്നാ, മലപ്പുറത്ത് നിന്നാ. ഓക്കെ. ആ പിന്നെ എനിക്കങ്ങനെ വലിയ ബൈബിളൊന്നും അറിയില്ല കേട്ടോ. ആ അത് പിന്നെ ഞാൻ പറഞ്ഞേക്കും. പിന്നെ അധ്യായങ്ങളോ അല്ല കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ കർത്താവിന്റെ ഒക്കെ രൂപങ്ങൾ നമ്മളിപ്പോ പള്ളിയിലോ അല്ല നമ്മുടെ വീടുകളിലൊക്കെ വെക്കുമല്ലോ. ഉം. ശരിക്കും വെക്കാൻ പാടില്ലെന്നാണോ അതോ തെറ്റാണോ? എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഒരു ദൈവത്തിന് നിന്ദിക്കുന്ന പോലാണോ? എന്താ സംഗതി? അതൊന്നും അറിയാൻ വേണ്ടി വിളിക്കുന്നുള്ളൂ. അപ്പസ്തോലന്മാർ അത് ആഗ്രഹിച്ചിട്ടില്ല, അതില്ല എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ മുഴുവൻ വിഗ്രഹങ്ങൾക്കെതിരാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് പോലും വിഗ്രഹങ്ങൾക്ക് അനുകൂലമായിട്ട് ബൈബിൾ പറയുന്നില്ല. പറയുന്നില്ല. നമ്മൾ ന്യായീകരിച്ചുകൊണ്ടാണ് വിഗ്രഹത്തെ അനുകൂലമാക്കി മാറ്റുന്നത്. അതായത് മോശയോട് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് മോശയോട് തന്നെ ബെസാലിയലിനോട് ഉണ്ടാക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ അതേ മോശയോട് ഉണ്ടാക്കാൻ പറഞ്ഞ നെഹുഷ്താൻ എന്ന് പറയുന്ന പിച്ചള സർപ്പത്തെ പോലും വന്നിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജനം അതിനെ കുമ്പിട്ട് അതിനെ ധൂപാർപ്പണം നടത്തി, അതായത് ഒരു ആരാധനയുടെ രീതിയിലേക്ക് ജനം എപ്പോ വഴിതെറ്റിപ്പോയോ അപ്പൊ അത് നശിപ്പിച്ചു. അത് ശരിയാ, അത് നശിപ്പിച്ചു. അപ്പോ എല്ലാ രീതിയിലും നമ്മൾ ബൈബിൾ മുഴുവൻ പറയുന്നത്, ഇപ്പൊ പുതിയ നിയമമാണെങ്കിലും യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത് കുഞ്ഞുമക്കളെ നിങ്ങൾ വിഗ്രഹം നിന്ന് ഓടിയാകലേ. അപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ വിഗ്രഹങ്ങൾ വെക്കുന്നതായിട്ട് കാണുന്നില്ല, വിഗ്രഹങ്ങളെ മുഴുവൻ എടുത്തു കളയുന്നതായിട്ട് ഇപ്പൊ കാണുന്നുള്ളൂ. പക്ഷെ നമ്മളിപ്പം 7-ാം നൂറ്റാണ്ടിലേക്കൊക്കെ വരുമ്പം ഒരു ഐക്കണുകള്, അതൊരു അന്നത്തെ വലിയൊരു തർക്കമായിരുന്നു. അതായത് സുവിശേഷ പ്രഘോഷണത്തിന് ഐക്കണുകൾ ഉപയോഗിച്ചുകൂടെ, ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് ഐക്കണുകൾ ഉപയോഗിച്ചുകൂടെ എന്നുള്ള രീതിയിലേക്കായിരുന്നു ഈ സംഭവം കടന്നു വന്നത്. ഇപ്പൊ ഐക്കൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം, അതൊക്കെ നമ്മളിപ്പം ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ നമ്മളൊരു റെയിൽവേ ക്രോസ് നമ്മൾ റോട്ടില് ചിലപ്പം കാണുമ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത് റെയിൽവേ ക്രോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ചിലപ്പോൾ യു ഇട്ടിട്ട് വെട്ടിയിട്ട് കാണിക്കുകയാണെങ്കിൽ യു ടേൺ ഇല്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള ഒരു ഐക്കണാണോ നമ്മുടെ മുമ്പിലുള്ളത്? ഏതെങ്കിലും ഒരു സംഭവം ഈ ഒരു ഐക്കണായിട്ടാണോ ഉള്ളത്? ഒരു ക്രോസ് വെച്ചാൽ, ഒരു കുരിശ് കണ്ടാൽ നമുക്കറിയാം അത് ക്രിസ്ത്യാനിറ്റിയുടെ ഐക്കണാണ്. ആദ്യകാലത്ത് മീനായിരുന്നു, പിന്നീട് അത് കുരിശായിട്ട് മാറി. ഓക്കെ, കുരിശ് നമുക്ക് കണ്ടാൽ അറിയാം ക്രിസ്ത്യാനിറ്റിയുടെ ഐക്കണാണ് എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇന്ന് അതൊക്കെ പോയല്ലോ. ഇന്ന് വിശുദ്ധരുടെ ചിത്രം ഉണ്ടാക്കുക, ഫോട്ടോ ഉണ്ടാക്കുക, രൂപങ്ങൾ വെക്കുക, അതിനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വെക്കുക, അത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അനുഗ്രഹമാണ്. അത് സെപ്റ്റംബർ മാസം ആകുമ്പോൾ അത് ഓരോ വീടുകളിലേക്ക് മാറി മാറി വരുന്നു. അതിനകത്ത് തേൻ വരുന്നു, പാല് വരുന്നു, അതിൻ്റെ അകത്ത് കൊന്തം മുട്ടിക്കുന്നു, മാലിടിയിക്കുന്നു, അങ്ങനെ ഇടിയിച്ച അനുഗ്രഹം. അപ്പൊ ഇതൊക്കെ വിഗ്രഹാരാധനയുടെ പരസ്യമായ വിഗ്രഹാരാധന തന്നെയാണ് ഈ നടക്കുന്നതെല്ലാം. ഓക്കെ. അപ്പൊ ഒരു കാര്യം, പക്ഷെ നമ്മളിപ്പോ ഒരു കാര്യം, കർത്താവിന്റെ ഒരു രൂപം, ഈശോടെ ആ രൂപം ഇപ്പൊ നമ്മളത് സംഭവം ചിലപ്പോൾ മണല് കൊണ്ടോ തടി കൊണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയതായിരിക്കാം, അല്ല വരച്ചതായിരിക്കാം. പക്ഷെ അത് ആ ഒരു പേപ്പറോ അല്ലെങ്കിൽ അതൊരു പ്ലാസ്റ്റിക്കോ ആയിരിക്കാം. പക്ഷെ നമ്മൾ ആ പ്ലാസ്റ്റിക്കിനെയോ അല്ലല്ലോ നമ്മൾ ആരാധിക്കുന്നത്, ആണോ? അല്ല. അതായത് അത് ക്രിസ്തുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പൊ പുള്ളിയുടെ ഒരു നമുക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം ഒരു രേഖ, അല്ലാതെ അതിന്റെ അപ്പുറത്ത് ആ ഒരു സാധനത്തെ അല്ലല്ലോ നമ്മൾ ആരാധിക്കുന്നത്. അല്ല, ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മുടെ മറുപടി പറയാം. അതായത് ഒന്ന് യേശുവിന്റെ രൂപം എന്ന് ബ്രദർ പറഞ്ഞു. ഒന്നാമത്തെ യേശുവിന്റെ രൂപം നമുക്ക് ആർക്കും അറിയില്ല എന്താണെന്നുള്ളത്. അല്ല, അതിപ്പോ കോമൺ ആയിട്ട് നമ്മളൊരു സഭ അങ്ങനെ ഒരു രൂപം അംഗീകരിച്ചു. അംഗീകരിച്ചൊരു കാര്യം ഇല്ല, ആരും അംഗീകരിച്ചില്ല. എന്താ സംഭവം എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. അങ്ങനെയല്ല സാറേന്നും വിളിക്കുന്ന. ഓക്കെ, നമ്മളിപ്പം ഒന്ന് ചിന്തിക്കുക. അതായത് ഒന്ന് നമ്മളിപ്പം പൊതുവെ കാണുന്നത് ഡാവിഞ്ചി വരച്ച ചിത്രത്തിന്റെ ഒരു മിനിയേച്ചറാണ് നമ്മളെല്ലാവരും കാണുന്നത്. അതായത് ലാസ്റ്റ് സപ്പർ വരച്ചത്, അത് 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി വരച്ചത്. ആ ലാസ്റ്റ് സപ്പർ വരച്ചതിൽ യേശു എങ്ങനെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു, ആ ചിത്രീകരണമാണ് ഇന്ന് നമ്മൾ തിരുഹൃദയത്തിന്റെ ഫോട്ടോയിലായാലൊക്കെ നമ്മൾ കാണുന്നത്. അതായത് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പോലുള്ള സിനിമകളിൽ എല്ലാത്തിലും നമ്മൾ കാണുന്ന ഈ ഒരു ചിത്രം തന്നെയാണ്, ഈ ഒരു രീതി തന്നെയാണ് കാണുന്നത്. പൊതുവെ ബ്രദർ പറഞ്ഞ പോലെ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ പൊതുവെ അംഗീകരിക്കപ്പെട്ട ചിത്രത്തിന്റെ പുറകിലുള്ള ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ചാൽ നമുക്കവിടെ കാണുന്നത്, അവിടെ യേശുവിനെയും യൂദാസിനെയും വരച്ചത് ഒരേ ആളെ തന്നെയായിരുന്നു മോഡലാക്കിയത്. ഡാവിഞ്ചി ആ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് യേശുവിനെയും യൂദാസിനെയും, അതായത് ആദ്യം വരച്ചത് യൂദാസിനെയാണ്, അല്ല യേശുവിനെ വരച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ ചിത്രം വരയ്ക്കുമ്പോൾ യൂദാസിനെ വരയ്ക്കാനായിട്ട് ഒരു ക്രൂരനായ ഒരു കപടനായ ഒരു വ്യക്തിയുടെ മുഖം കിട്ടാൻ വേണ്ടി വർഷങ്ങളോളം പുള്ളി കാത്തുകെട്ടി നടന്നിട്ട് അവസാനം കിട്ടിക്കഴിഞ്ഞപ്പം ഇവനെ കൊണ്ടുവന്ന് വരയ്ക്കുകയും, ഈ വരച്ചതിന്റെ അവസാനം ഈ യൂദാസായിട്ട് മോഡലായിട്ട് നിന്നവൻ ചോദിക്കുകയാണ്, ഡാവിഞ്ചി നിങ്ങൾ എന്നെ അറിയോ?
നിങ്ങൾ തന്നെയാണ് എൻ്റെ യേശുവിൻ്റെ ചിത്രം വരച്ചത്. അന്ന് ഞാൻ നല്ലവനായിരുന്നു, ഇന്ന് ഞാൻ ദുഷ്ടനായി. അപ്പോൾ നമ്മളവിടെ നോക്കുമ്പോൾ നമ്മൾ ആരെയാണ് അവിടെ കാണേണ്ടത്? യേശുവിനെ കാണണോ യൂദാസിനെ കാണണോ? ചോദ്യം നമ്പർ 1 അതാണ്. ഇനി 2, ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ട്യൂറിനിലെ കച്ചയിൽ യേശുവിന്റെ മുഖം പകർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കള്ളക്കഥയൊക്കെ നമ്മളിവിടെ പറിച്ചു നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൂക്ക വരച്ച യേശുവിന്റെ അതല്ല അത് നമുക്ക് കള്ളക്കഥ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 100% കള്ളക്കഥയാണ്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം ആ കഥയുടെ പിന്നാമ്പുറങ്ങൾ, ചരിത്രങ്ങൾ, അതിന്റെ സ്റ്റഡികൾ, ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, എല്ലാ കാര്യങ്ങളും അല്ല ഞാനിതൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രദർ ചോദിച്ചോ. അപ്പൊ ഈ യേശുവിന്റെ ചിത്രം എന്ന് പറയുന്നൊരു ചിത്രം ഇല്ല. യേശുവിൻ്റെതെന്ന് പറയപ്പെടുന്ന ചിത്രമുള്ളൂ, യേശുവിൻ്റെതായ ഒരു ചിത്രമില്ല. കാരണം അപ്പസ്തോലന്മാരെ ആരും യേശുവിന്റെ ചിത്രം വരച്ചതായിട്ട് കാണുന്നില്ല. ലൂക്ക വരച്ചിട്ടില്ല, ഒരാളും വരച്ചിട്ടില്ല. ഇനി നമ്മൾ സുവിശേഷത്തിൽ വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷം എടുത്ത് നോക്കുക. യേശുവിന്റെ ഉദ്ധാനത്തിന് ശേഷം, പുനരുദ്ധാനത്തിന് ശേഷം, അതായത് യേശു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം, ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെ മഗ്ദലേന മറിയം അതിന് മുമ്പുള്ള 3-3.5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ മഗ്ദലേന മറിയം യേശുവിനെ കണ്ടപ്പോൾ തോട്ടക്കാരാന്ന് വിളിച്ച്. യേശുവിന് മനസ്സിലായില്ല. മഗ്ദലേന മറിയം വായം വിളിച്ച് നോക്കി എന്നിട്ട് ചോദിക്കുക, തോട്ടക്കാരാ നീ അവനെ എവിടെ വെച്ചു? അവനെനിക്ക് തരാൻ പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഭാര്യ 3-3.5 വർഷക്കാലം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3.5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ 3 ദിവസം കാണാതായപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ? അല്ല അതൊക്കെ അത് ചിലപ്പോ മഗ്ദലേന മറിയത്തിന് മനസ്സിലായില്ല. പത്രോസ് ഭൂതം എന്ന് പറയുന്നത്. അയ്യോ ഭൂതം. ശിഷ്യന്മാര് എമ്മാവസിലേക്ക് പോയ 2 ശിഷ്യന്മാര്, 2 പേരും ഒരു ദിവസം പകൽ യാത്രയിൽ മുഴുവൻ യേശു കൂടെ ഉണ്ടായിരുന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഒറ്റ സെക്കൻഡ്. അപ്പോ അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ, അപ്പം മുറിച്ച് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പം അവർക്ക് മനസ്സിലായി അത് യേശുവാണെന്ന്. അവരുടെ കണ്ണ് ജ്വലിച്ചു, അവരുടെ കണ്ണ് തുറന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ, സ്വന്തം സഹോദരനിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ, സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണെന്ന് വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചില്ലെങ്കിൽ, നിങ്ങൾ ഏത് ഡാവിഞ്ചി വരച്ച് ചിത്രം വെച്ചിട്ട് യേശുവിനെ ആരാധിച്ചാലും, അത് യേശുവാണെന്ന് തെറ്റിദ്ധരിച്ചാലും, പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും വിലപ്പോകത്തില്ല. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നത് സഹോദരനിൽ ക്രിസ്തുവിനെ കാണുക, അതല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണാൻ ഏക വഴി വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ കാണാൻ. നമുക്ക് ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ സഭയിൽ കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലനെ സഭയെ പീഡിപ്പിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന എന്നെയാണെന്ന് യേശു പറയുന്നുണ്ട്. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും. ഇത് 3ഉം കാണാൻ പറ്റാത്തവൻ ഡാവിഞ്ചിയുടെ ചിത്രത്തിലെ ക്രിസ്തുവിനെ കാണാൻ പറ്റുള്ളൂ, അവിടെ കാണുമ്പോഴേ കുമ്പിടാൻ പറ്റുള്ളൂ, വണങ്ങാൻ പറ്റുള്ളൂ, യേശുവിനെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് വെറും കപടമാണ്. കാരണം അപ്പസ്തോലന്മാരെ അത് പറഞ്ഞിട്ടില്ല. സുവിശേഷങ്ങൾ മുഴുവൻ അതിനെതിരാണ്. മഗ്ദലേന മറിയത്തിനോ പത്രോസിനോ ഒന്നും യേശുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അല്ല അതൊക്കെ അത് ഞാൻ അംഗീകരിച്ചു. പിന്നെ ബ്രദർ പറഞ്ഞൊക്കെ സത്യം തന്നെ, ശരി തന്നെയാണ്. വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾക്ക് കർത്താവ് ഉണ്ട്. പക്ഷെ അതല്ല നമ്മൾ ഞാനിപ്പോ വിഗ്രഹത്തെ ആരാധിക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളതൊരു വിഗ്രഹം എന്ന രീതിയിലല്ല രൂപം കാണുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു ഇപ്പം ദൈവം അല്ലെ ഈശോ ദൈവം ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ ഒരു രേഖ എന്ന രീതിയിൽ. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ബ്രദറിൻ്റെ ഇപ്പോൾ വൈഫുണ്ടോ? ഉണ്ട്. വൈഫിൻ്റെ ഒരു ഫോട്ടോ കയ്യിലിരിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പം ഈ ഫോട്ടോ ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് കുറേ നാൾ നിങ്ങൾ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾ ഈ ഫോട്ടോ എടുത്തു, അല്ലിടയ്ക്ക് ഈ ഫോട്ടോ കണ്ടു. കാണുമ്പോൾ നിങ്ങളുടെ ഭാര്യയെ പറയുമോ, അയ്യോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ ആ പടത്തെയാ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞൊരു പരാതി പറയുമോ? കഴിഞ്ഞില്ല അങ്ങനെ പറയല്ലോ. അപ്പൊ നിങ്ങൾ ഭാര്യനെയാണോ സ്നേഹിക്കുന്നത്, അത് ആ പടത്തെയാണോ സ്നേഹിക്കുന്നത്? ഭാര്യനെയല്ല സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർത്താവിന്റെ ആ പടത്തെ അല്ല സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്, കർത്താവിനെയാണ് ആരാധിക്കുന്നത്, അല്ലാതെ കർത്താവിന്റെ പടത്തെ അല്ല, ആ ചിത്രത്തിൽ. അപ്പൊ നമ്മക്കത് കാണാൻ വേണ്ടിയല്ല, നമ്മൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മക്ക് ഒരു ഇതിനു വേണ്ടി എന്ന് മാത്രമേ സഭ വെച്ചിട്ടുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അപ്പം നമുക്ക് പിള്ളേരെ കാണിച്ചു കൊടുക്കാൻ ഒരു ചിത്രം 1, 2 ഭാര്യ ഫോട്ടോ. ആ ഫോട്ടോ യേശു മത്തായി സുവിശേഷം അതിന്റെ 28-ാം അധ്യായം, ഞാൻ എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, നിങ്ങൾ ലോകം മുങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്.
യേശു ഇന്നും അന്നും എന്നും ഒരുവൻ തന്നെ. അവന്റെ വാക്കിന് മാറ്റമില്ല. അവൻ നമ്മുടെ കൂടെ എല്ലാ രീതിയിലും എല്ലാ സാന്നിധ്യവുമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. എങ്ങും മാറിപ്പോയില്ല. കേൾക്കൂ പ്ലീസ്. ഞാൻ ബ്രദർ പറയുമ്പോൾ ഞാൻ വളരെ വ്യക്തതയോട് കേട്ടിരിക്കുക. അപ്പൊ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചൊന്ന് കേട്ടോ. അപ്പൊ യേശു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഒരു സ്ഥലത്ത് പോലും ഒരു സമയത്ത് പോലും യേശു നമ്മുടെ കൂടെ ഇല്ലാത്തതില്ല. അപ്പൊ എന്റെ കൂടെ യേശു ഉണ്ട് എന്നുള്ളൊരു ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ചിത്രത്തിന്റെ ആവശ്യമില്ല. എന്റെ ഭാര്യ എന്റെ അടുത്തൊന്ന് മാറി നിൽക്കുമ്പോൾ ഞാൻ ആ ചിത്രത്തിൽ നോക്കിയിരിക്കേണ്ട കാര്യമുള്ളൂ. ചിത്രമുണ്ട് അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുള്ളൂ. എന്റെ ഭാര്യ ഫിസിക്കലി എന്നിൽ നിന്നും പലപ്പോഴും അകന്നിരിക്കാറുണ്ട്. അവളുടെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്റെ ജോലിയുടെ ഭാഗമായിട്ടോ ഞങ്ങൾ തമ്മിൽ അകന്നിരിക്കാറുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ ക്രിസ്തു എന്നിൽ നിന്നും അകന്നിരിക്കുന്ന യാതൊരുവിധ സന്ദർഭവും ഒരു ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഫോട്ടോയുടെ ആവശ്യമില്ല. ഒരു കുഞ്ഞിനെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് യേശു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആ കൊച്ചു കുഞ്ഞിനെ നമ്മൾ ആദ്യമേ തെറ്റാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് യേശു, അത് യേശു അല്ല, അത് യേശുവിന്റെ ചിത്രമല്ല. അപ്പൊ ആദ്യത്തെ പ്രശ്നം, നമ്മൾ കൊച്ചു കുഞ്ഞിനെ, ബൈബിൾ പറയുന്ന ഒരു കാര്യം, നിന്റെ ശൈശവത്തിൽ നീ പോകേണ്ട മാർഗത്തെ പഠിപ്പിക്കുക, അത് വാർദ്ധക്യത്തിലും അവനിലുണ്ടാകും. നമ്മുടെ പ്രശ്നം, നമ്മൾ കുഞ്ഞുങ്ങളെ ശൈശവത്തിൽ കണ്ട് ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഇതാ യേശു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. ആ കുഞ്ഞ് ഇന്ന് വാർദ്ധക്യം വരുമ്പോൾ യേശുവുമായി യാതൊരുവിധ ബന്ധവുമില്ല. അവൻ വിഗ്രഹാരാധകനായിട്ട് ഒന്നുങ്ങിപ്പോവും, അല്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ട് പോകുന്നു. ഇതിൻ്റെയൊക്കെ കാരണം നമ്മളിത് ഈ പറയുന്ന സാധനത്തിൽ യേശുവിനെ കാണിച്ചു കൊടുത്തിട്ട്, യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേറെ അനേക മാർഗങ്ങളുണ്ട്. യേശുവിനെ കാണിച്ചു കൊടുക്കാൻ സ്നേഹം, അത് ക്രിസ്തുവാണ്. സ്നേഹം പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. കാണിച്ചു കൊടുക്കാം. വിശുദ്ധ കുർബാനയിൽ യേശുവിനെ കാണിച്ചു കൊടുക്കാം. അവൻ ആ വിശ്വാസം എന്നും നിലനിൽക്കും. അല്ലാതെ ഒരു ചിത്രത്തിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നാളെ അവൻ ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന യേശു വേറെയാ, ഈ ചിത്രമല്ല. അവിടെ ഇരിക്കുന്ന ഒരു കറുത്ത രൂപം. അപ്പൊ അത് കാണുമ്പോ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അത് കാണുമ്പോ നോട്ട് ചെയ്ത് വെച്ച വേണം എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ അത് കാണുമ്പോ ഇവൻ ആഫ്രിക്കയിൽ ചെല്ലുമ്പോ ഇതല്ലല്ലോ എന്റെ അപ്പൻ പണ്ട് എന്നെ കാണിച്ചു തന്ന ക്രിസ്തു എന്ന് ചോദിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് വേറെ ചിത്രമായിരിക്കും. അപ്പൊ 100 സ്ഥലത്ത് ചെല്ലുമ്പോൾ 150 തരത്തിലുള്ള ചിത്രം കാണുമ്പോൾ അവന് തന്നെ മനസ്സിലാവും ഇത് വെറും ഫേക്കാണ്. അപ്പോൾ ഒരു യേശുവിനെ, യഥാർത്ഥ ക്രിസ്തുവിനെ നമുക്കവിടെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ശൈശവത്തിൽ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല ക്രിസ്തു എന്ന് പറയുന്നത് ദൈവവചനം എടുത്ത് കാണിച്ചു കൊടുക്കണം. അത് യേശുവാണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഇനി അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം, യേശുവിന്റെ മനുഷ്യാവതാരത്തെ മാത്രമേ നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ. യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നത് മാത്രമേ. അത് നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദൈവം എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. അതിന്റെ യാതൊരുവിധ ചിന്തയും പറ്റത്തില്ല. ബൈബിൾ ഇത് പറയുന്നില്ല. ഇനി ഇത് നമ്മൾ പറയുന്നത് ഇന്ന് വിദ്യാഭ്യാസമുള്ള എല്ലാ അറിവുമുള്ള ലോകത്തെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും വരെ അറിവുള്ള നമ്മുടെ ഇന്നത്തെ ലോകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കണമെന്ന്. ഈ ചന്ദ്രനെക്കുറിച്ചോ ഈ ഭൂമിയെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ യാതൊരുവിധ അറിവില്ലാത്ത യഹൂദൻ അവന്റെ കാലത്ത് ഒരു ചിത്രവും ഉപയോഗിച്ചില്ല. അവൻ സർവശക്തനായ യഹോവയെ അവരുടെ യുവാക്കളെ മുഴുവൻ കാണിച്ചു കൊടുത്തു, കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുത്തു. അവർ വിശ്വാസത്തിൽ വളർന്നു വന്നതിന്റെ ചരിത്രമാണ് പഴയ നിയമം മുഴുവൻ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ചരിത്രം വെച്ചിട്ട്, ആ പാരമ്പര്യം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ നമുക്കൊരു ചിത്രം വേണം. കഴിഞ്ഞോ? പിന്നെ പിന്നെ അതൊക്കെ അത് ഞാൻ പറഞ്ഞത് ശരിയാണ്. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ലഭിക്കില്ല, അത് പോവാതാണ് വിഷയം. അപ്പൊ അതൊക്കെ. പിന്നെ വേറൊരു, ഈ ബൈബിൾ എന്ന് പറയുന്ന ഒരു രക്ഷാകര കഥ, അതായത് സംഭവമാണ്. ഒരു രക്ഷാകര സംഭവമാണല്ലോ ബൈബിള്, പഴയത് തൊട്ട് പഴയ നിയമം മൊത്തം. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചായിരിക്കും ദൈവം അന്ന് പിന്നെ പറഞ്ഞത് നിങ്ങൾ വിഗ്രഹം ഉണ്ടാക്കല്. കാര്യം എന്തോ, അന്ന് ഇസ്രായേൽ ഈജിപ്തിലൊക്കെ അനേക ലോകത്തിൽ കാണുന്ന എല്ലാം ദൈവങ്ങളാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? എല്ലാം ദൈവങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളൊരു വിഗ്രഹം ഉണ്ടാക്കലെന്ന്. കാര്യം അവർ കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടു. അന്ന് തന്നെ ദൈവം പ്രതീക്ഷപ്പെട്ടത് ഇപ്പൊ ഇസ്രായേൽ ജനത്തിന് കണ്ടത് അങ്ങനെ തീയാട്ടും പിന്നെ മേഘമായും ഒക്കെ അല്ലേ കാണുന്നത്. അപ്പൊ ഈശോയ്ക്ക് ഈശോയും ദൈവം ഒന്ന് തന്നെ, ഒരു രൂപവും ഇല്ല. ദൈവം അദൃശ്യനാണ്, രൂപം ഇല്ലാതെ എന്ന് വെച്ചാൽ ഒരു അരൂപിയാണ്. അപ്പൊ ആ അരൂപി മനുഷ്യനായിട്ട് അവതരിച്ചു. അത് നമ്മളെ പോലെ ഒരുവനായിട്ട് ആ ദൈവം ഭൂമിയിലോട്ട് മനുഷ്യന്റെ ഇടയിലേക്ക് വസിക്കാൻ ഇറങ്ങി വന്നു. അപ്പൊ ഒരു മനുഷ്യന്റെ ഒരു രൂപമായില്ലോ. ആ രൂപത്തെ നമ്മൾ ഈശോയുടെ ഒറിജിനൽ അല്ലെങ്കിലും ഏതാണ്ട് ഒരു ഭാവന വെച്ച് നമ്മൾ വരച്ചു, അല്ലെ അത് വെക്കുന്നു, അത്രേ ഉള്ളൂ. അതിന്റെ മുമ്പിൽ അത് ദൈവമാണ് ഒരിക്കലും നമ്മൾ പറയുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ. അപ്പൊ ബ്രദർ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അയലൊക്കത്തെ പത്രോസിനെ കാണിച്ചിട്ട് ഇതാണ് എന്റെ അപ്പൻ എന്നൊരുവൻ പറയുന്നുണ്ടെങ്കിൽ
അത് അവന്റെ കുറവാണ്, അവന്റെ അറിവില്ലായ്മയാണ്, അവന്റെ അല്ല, അന്ധതയാണ്. അറിവില്ലായ്മ എന്റെ അപ്പനെ അല്ല. കാണിച്ചിട്ട് എന്റെ അത് അപ്പനെ അയ്യ, പറയുകയാണെങ്കിൽ ആ. ഓക്കെ. അപ്പൊ ഈ അയലോകത്തെ അല്ല, പത്രോസേനെ അത് കാണിച്ചിട്ട് പത്രോസേന്റെ രൂപം കാണിച്ചിട്ട് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മള് നമ്മുടെ അയലോകക്കാരന്റെ അപ്പനെ അല്ലല്ലോ കാണിച്ചത്. ഞാൻ എന്റെ അപ്പന്റെ ഫോട്ടോയെ വെച്ചേക്കുന്നത്. അല്ല, യേശുവിന്റെ ചിത്രം അല്ലെന്ന്, യേശുവിന്റെ ചിത്രമാണെന്നുള്ളത് യാതൊരുവിധ ഉറപ്പില്ല. അത് നമ്മളിപ്പോ കൊണ്ടു നടക്കുന്നത് യൂദാസിന്റെ ചിത്രമാണ്. ഓക്കെ, അതിന് മുമ്പ് ഒരു വശങ്ങളും പറഞ്ഞു. അതിന് മുമ്പ് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് കാണിക്കാം. അല്ല, അതാണ് വിശുദ്ധ കുർബാനയിൽ കാണിക്കാൻ പറഞ്ഞത്. അതൊക്കെ വിശുദ്ധ എനിക്ക് യേശു ആരാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വചനത്തിലൂടെ ക്രിസ്തുവിനെ പറഞ്ഞു തരുന്നത്, വചനത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നത്. എന്റെ മക്കൾക്ക് ഞാനത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അല്ല, ബ്രദർ വീട്ടിൽ വെച്ചിരിക്കുന്ന ചിത്രം ഞാൻ പറഞ്ഞ അയലോക്കക്കാരൻ പത്രോസന്റെ ചിത്രം. അപ്പൊ പത്രോസന്റെ ചിത്രം വെച്ചിട്ട് തൊട്ട് മുമ്പ് ബ്രദർ തന്നെ പറഞ്ഞു അത് യേശുവിന്റെ ചിത്രമാണെന്ന് ഉറപ്പൊന്നുമില്ല, ഏകദേശം ഒരു രൂപം വെച്ച് വരച്ചു എന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. അതെ ഞാൻ പറഞ്ഞു. 15-ാം നൂറ്റാണ്ടില് പൊതുസമൂഹം അംഗീകരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ബ്രദർ അംഗീകരിക്കുന്നുണ്ടോ? പൊതുസമൂഹം സഭ അംഗീകരിച്ചു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ബ്രദർ ഒരു സെക്കൻഡ് അതേ സഭ തന്നെ ഈ സഭ തന്നെ കേരളത്തിലും ഇതേ സഭ തന്നെ ആഫ്രിക്കയിലും 2 ചിത്രമാണ് വെക്കുന്നത്. അപ്പൊ ഒരു ചിത്രം കോമൺ ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞു. എന്നാലും അതൊരു ഇപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് ഓരോ രീതിയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കൂ. ഒരു സെക്കൻഡ് ഒന്ന് കേൾക്കും. അതായത് നമ്മൾ അതേ സഭ തന്നെ കേരളത്തിൽ ഇത് കേക്ക്. അതായത് പൊതുവായൊരു ചിത്രവും അംഗീകരിച്ചിട്ടില്ല, ഒരു ചിത്രവും അംഗീകരിച്ചിട്ടില്ല പൊതുവായിട്ട്. കാരണം പല ചിത്രങ്ങളാണ് ഇതെല്ലായിടത്തും വെക്കുന്നത്. അപ്പോൾ ഒരു ചിത്രം പൊതുവായിട്ട് ഒരു സ്ഥലത്തും അംഗീകരിച്ചിട്ടില്ല. സഭ ഒരിക്കലും ഒരു ചിത്രവും പൊതുവായിട്ട് അംഗീകരിച്ചിട്ടില്ല. പല ചിത്രങ്ങളും പലതായിട്ട് തന്നെ കിടക്കുന്നത്. ആഫ്രിക്കയിലെ ഒരു രീതിയാണ്, കേരളത്തിൽ മറ്റൊരു രീതിയാണ്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് അതാ ഞാൻ പറഞ്ഞത്, അയലോകത്തെ ഏതെങ്കിലും ഒരു പത്രോസേനെ കാണിച്ചിട്ട് ഇതെന്റെ അപ്പനായിരിക്കും എന്ന് പറയുന്നത് അതൊരു വികലമായ ചിന്തയാണെന്നുള്ളതാണ്. അതാണ് ഞാൻ ബൈബിൾ വെച്ച് കാണിച്ചത്. അന്നത്തെ കാലത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ വിഗ്രഹങ്ങൾ വെക്കരുത് എന്നുള്ളതാണ് അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു കാര്യമല്ലാന്ന് ബ്രദർ പറഞ്ഞു. അപ്പൊ അതിന് ഞാനൊന്ന് റിപ്ലൈ ചെയ്യണം. അതായത് ഓക്കെ, അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തും ദൈവത്തിന്റെ സ്വഭാവത്തിനോ ദൈവത്തിന്റെ രീതിക്കോ യാതൊരുവിധ മാറ്റമില്ല. അവൻ ആദിയും അന്തവുമാണ്, ആൽഫയും ഒമേഗയുമാണ്. അവൻ അന്നും ഇന്നും ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. അവന്റെ വാക്കിനും വ്യത്യാസമില്ല, രീതിക്കും വ്യത്യാസമില്ല. യഹൂദനോട് എങ്ങനെ പെരുമാറിയോ അങ്ങനെ തന്നെയാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവം ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് ദൈവം തന്നെ സ്വഭാവത്തെ മാറ്റാറില്ല, മനുഷ്യന്റെ സ്വഭാവത്തിലാണ് മാറ്റം വരാറ്. ഇനി അന്നത്തെ കാലത്ത് യഹൂദന്റെ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പ്രാകൃതനായ മനുഷ്യന്റെ സ്വഭാവം വിഗ്രഹത്തെ ആരാധിക്കുന്നതായിരുന്നു സകലത്തിനെയും. ഇന്നത്തെ കാലത്തെ പ്രാകൃത മനുഷ്യനല്ല, ഇന്ന് ആധുനിക മനുഷ്യനും അങ്ങനെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അവൻ ഇപ്പോഴും പാമ്പിനെ ആരാധിക്കുന്നുണ്ട്, അവൻ ഇപ്പോഴും ആകാശശക്തികളെ ആരാധിക്കുന്നുണ്ട്. യാതൊരു വ്യത്യാസവും ഇല്ല. ഞാൻ പറയുന്നത് വിജാതീയരായിട്ടുള്ള ആളുകളുണ്ട്, നമ്മളും ഉണ്ട്, നമ്മുടെ ആളുകളുണ്ട്. അപ്പോൾ അവിടെ മാനുഷികമായ ചിന്തകൾക്കും വലിയ വ്യത്യാസം വന്നുവെങ്കിലും വ്യത്യാസങ്ങൾ നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അന്ന് ബൈബിളിൽ എഴുതിയ അതേ വാക്യം ഇന്നും അതുപോലെ തന്നെ തുടരണം. ഇനി ബ്രദർ ഒരു കാര്യം ചിന്തിക്കുക, ഞാൻ ഒറ്റ കാര്യം പ്രാക്ടിക്കൽ സൈഡിൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക. ബ്രദർ പറഞ്ഞ ന്യായീകരണം ഒക്കെ ഞാൻ വെറുതെ ഒരു വാദത്തിന് വേണ്ടി ഞാൻ എടുക്കുക. ശരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വാദത്തിന് വേണ്ടി നമ്മൾ എടുക്കുക. എന്നിട്ട് ബ്രദർ നമ്മൾ കണ്ണുറന്ന് നോക്കുക. ഒരു പെരുന്നാളിന് ഇവിടെ കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടുന്നതൊക്കെയാണ്, ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന വേഷം കെട്ടുന്നതൊക്കെയാണ്. തേനൊഴുകുന്നു, പാലൊഴുകുന്നു, വിഗ്രഹങ്ങൾ മാലിടിച്ച് അനുഗ്രഹം തേടുന്നവരുണ്ട്. ഇങ്ങനെ തുടങ്ങി പൂമാലകളും അഭ്യാസങ്ങളും. ഇതല്ലാതെ ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? ഇത് ഇവരൊക്കെ ദൈവത്തെ ഇങ്ങനെ മുൻനിർത്തി വിഗ്രഹത്തെ, അതായത് ദൈവത്തിന്റെ ഫോട്ടോയെ ആരാധിച്ച് അതിപ്പോ ഒരു വിഗ്രഹ ആരാധനയായി ചിലയിടത്തൊക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് വരുമെന്ന് അറിയാവുന്ന ദൈവം മുൻകൂട്ടി പറഞ്ഞു അത് ചെയ്യരുതെന്ന്. അത് ഇന്നും അങ്ങനെയല്ലാണെന്ന്, മാറ്റമൊന്നുമില്ല. എന്നാൽ ഇതിന്റെ ലക്ഷ്യം, എല്ലാവരുടെയും ലക്ഷ്യം, എന്റെ പൊന്നു ബ്രദറെ, എന്ത് ലക്ഷ്യം ഉണ്ടായിട്ടും കാര്യമില്ല. ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കുക. ലക്ഷ്യം എന്ത് തന്നെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കുക. ബ്രദർ ഒറ്റ കാര്യം ചിന്തിക്കുക. നമ്മുടെ ദേവാലയത്തിൽ ഒരു അത്ഭുത തിരുസ്വരൂപം ഉണ്ടെന്ന് സഭ പഠിപ്പിക്കുകയാണെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ പോലും ഈ അത്ഭുത തിരുസ്വരൂപത്തിന്റെ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. ഒരു അത്ഭുത രൂപം ഉണ്ടെന്ന് ഒരിടത്തും പഠിപ്പിച്ചിട്ടില്ല, ആരോടും പറയുന്നുമില്ല. അത്ഭുത തിരുസ്വരൂപം ഉണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നില്ലേ?
അതായത് മാതാവിന് അത്ഭുതം ഉണ്ടെന്ന് പറയുന്നു, അല്ലാതെ ആ രൂപത്തിന് അത്ഭുതം ഉണ്ടെന്നൊന്നും പറയുന്നില്ല. അപ്പോ തങ്കിപ്പള്ളിയില് ഒരു യേശു ക്രിസ്തുവിന്റെ മരണപ്പെട്ട് കിടക്കുന്ന രൂപം അത്ഭുതം തിരുസ്വരൂപമാണെന്ന് അവിടെ മുഴുവൻ സഭ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണ് അത്ഭുത തിരുസ്വരൂപം. മുടി വളരുന്നു, തന്നെ മുടി വളർന്നുകൊണ്ടിരിക്കുന്നു, അനുഗ്രഹമാണ്. അതിനെ തൊട്ടാൽ അനുഗ്രഹം, അതിന് നേർച്ച കൊടുത്താൽ അനുഗ്രഹം, സകലതും കൊടുത്ത അനുഗ്രഹം. ഇനി മണർകാട് പള്ളിയിൽ വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തിറക്കുന്ന അത്ഭുത തിരു സ്വരൂപം മാതാവിന്റെ. കാരണം അന്ന് നട തുറന്നാൽ നേരിട്ടൊരു ദർശനം കിട്ടും. ആ ദർശനം കിട്ടിയാൽ ഭയങ്കര അനുഗ്രഹമാണെന്ന് പഠിപ്പിക്കുകയും ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന, അത് യാക്കോബായ സഭയുടെ ആണെങ്കിലും അത് മാതാവിന്റെ. ഇനി ക്രിസ്തുവിന്റെ എന്ന് പറയപ്പെടുന്ന എത്ര എണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു 1000 എണ്ണത്തിന് ബ്രദറിന് കാണിച്ചു തരാം. അപ്പൊ ഈ അത്ഭുത തിരുസ്വരൂപം എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറയുന്ന ബ്രദർ എന്താ അർത്ഥത്തില്? ഞാൻ ഒറ്റ കാര്യം ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതായത് പ്രാക്ടിക്കൽ സൈഡിൽ ഇതാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. ഇതിന്റെ അപ്പുറത്തോട്ട് വേറൊരു സാധനം നടക്കുന്നത്. പൗലോസ്ലിഹായുടെ തൂവാല വീണുകൊണ്ട്, അതായത് അത് തൊടുന്നവര് സൗഖ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ തൂവാലക്ക് അത്ഭുതമാണോ അതോ പൗലോസ്ലിഹായുടെ അത്ഭുതമാണോ? പൗലോസ്ലിഹായുടെ തൂവാലകളിലൂടെ ദൈവശക്തി പ്രവർത്തിപ്പിച്ചു. തീർച്ചയായിട്ടും ബൈബിളിൽ അത് എഴുതിയിരിക്കുന്ന കാര്യമാണ്. തൂവാല എന്ന വസ്തുവിനാണോ അത്ഭുതം അതോ പൗലോസ്ലിഹായ്ക്കാണോ ദൈവത്തിനാണ് ആർക്കടാ? ചുരുക്കി പറയാം കേക്ക്. പത്രോസിന്റെ നിഴലിലൂടെ, പൗലോസിന്റെ റുമാലകളിലൂടെ അല്ലെങ്കിൽ തുവാലകളിലൂടെയും സൗഖ്യം പ്രാപിച്ചു. ആദിമസഭയിൽ ഈ സംഭവമൊക്കെ നടന്നിട്ടുണ്ട്. അവര് യേശുവിന്റെ നാമത്തിൽ ആണ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ നാവുകൾ എത്ര മനോഹരം! അത് മലമുകളിൽ ഉന്നതമായി നിൽക്കുന്നു. അപ്പൊ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതാണ് മർക്കോസ് സുവിശേഷത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നത്. സത്യസുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. എന്തിനാണ്? സുവിശേഷത്തിന്റെ പ്രചരണത്തിന്. കൃത്യമായിട്ട് വാക്യമുണ്ട്. ഞാൻ ആ വാക്യം വേണമെങ്കിൽ ബ്രദറിന് എടുത്തു തരാം. ഇപ്പോ എന്റെ കയ്യിൽ ബൈബിൾ ഇല്ല, ഞാൻ വേണമെങ്കിൽ അത് എടുത്തു തരാം. അതായത് പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ തെളിവിന് വേണ്ടിയിട്ട്, അതായത് ഇവർ പ്രസംഗിക്കുന്നത് സത്യമാണെന്ന് ലോകത്തിന് വെളിപ്പെടേണ്ടതിനാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിച്ചത്. അപ്പസ്തോലന്മാർ പ്രസംഗിച്ച മിക്ക സ്ഥലത്തും ഈ അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിച്ചു. കാരണം അവർ പ്രസംഗിച്ച സത്യസുവിശേഷത്തിന്റെ എന്തായിരുന്നു? അതിന്റെ തെളിവായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന വിഗ്രഹത്തിന് അത് സത്യസുവിശേഷം അല്ല എന്നുള്ളത് ഞാൻ കുറച്ചു മുമ്പ് ബൈബിളിലൂടെ, വചനങ്ങളിലൂടെ ഞാൻ മുഴുവൻ തെളിയിച്ചിട്ടുണ്ട്. അപ്പോ അല്ലല്ലല്ല, അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കല്ലേ. വെയിറ്റ് ചെയ്യൂ. പൗലോസിന്റെ തുവാലയിലൂടെ സൗഖ്യം പ്രാപിച്ചുവെങ്കിൽ ആ തുവാലയുടെ ശക്തിയല്ല, പൗലോസിന്റെ ശക്തിയല്ല, പകരം പൗലോസ് പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ശക്തിയാണ്. അപ്പൊ സത്യസുവിശേഷം പ്രസംഗിക്കണം. സത്യസുവിശേഷം പ്രസംഗിക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഗ്രഹം കൊണ്ടെന്ന് വെച്ചാൽ അതിനൊരു മാലയിടിച്ചാൽ മതി, അതിനെ കെട്ടിപ്പിടിച്ചാൽ മതി, അതിന് ഉമ്മ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ അത് സുവിശേഷത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ഏത് വിഗ്രഹത്തിൽ നടക്കുന്ന ഏത് അത്ഭുതവും ഏത് അനുഗ്രഹവും അത് പൈശാചികമാണ്. അത് പിശാചിൽ നിന്നാണ്, ക്രിസ്തുവിൽ നിന്നല്ല. അത് സുവിശേഷവുമായി യാതൊരുവിധ ബന്ധവുമില്ല. അത് കടന്നു വരുന്നത് ബൈബിളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, കൃത്യമായി വചനം പറഞ്ഞിരിക്കുന്നത്. ദൈവവചനത്തിന് വിരുദ്ധമായി വരുന്നതെല്ലാം ക്രിസ്തുവിൽ നിന്നല്ല. ക്രിസ്തുവിന് വിഗ്രഹങ്ങളുമായി എന്ത് യോജിപ്പാണുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് യോജിപ്പുള്ളത്? അതൊന്നും അതാണ് പറഞ്ഞത്. ഇതിപ്പോ പൗലോസ് പറഞ്ഞ് ക്രിസ്തുവിന് വിഗ്രഹങ്ങളുമായി എന്ത് യോജിപ്പ്? എന്താ പൊതുവിലുള്ളത്? യേശു ക്രിസ്തുവിന് വിഗ്രഹങ്ങളുമായി എന്താ പൊതുവിലുള്ളത്? ഒന്നും പൊതുവിലില്ല. അപ്പൊ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് അത്ഭുതം നടന്നത്, പൗലോസിന്റെ തുവാലയിൽ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കണം എന്ന് കേൾക്കുന്നവൻ പൊട്ടനായിരിക്കും. അല്ലാതെ എന്ന് വെച്ചാൽ ഒരു ദേവാലയത്തിലോ അല്ലെ ഒരു പ്രാർത്ഥനാ സമൂഹത്തിനിടെ ദൈവത്തിന്റെ അത്ഭുതം നടക്കാൻ അത് നിങ്ങൾ പറ്റില്ല എന്നൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല അത്ഭുതം നടക്കില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല സുവിശേഷം പ്രസംഗിക്കുന്നത് അത്ഭുതം നടക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു വിഗ്രഹത്തിൽ അത്ഭുതം നടക്കത്തില്ല. വിഗ്രഹത്തിൽ നടക്കുന്ന അത്ഭുതം, വിഗ്രഹത്തിൽ നടക്കുന്ന തേനും പാലും ഒഴുക്കല്, വിഗ്രഹത്തിലൂടെ നടക്കുന്ന സകല അനുഗ്രഹവും പിശാചിന്റെയാണെന്ന്. ആ വിഗ്രഹത്തിലൂടെ നടക്കുന്ന സകല അനുഗ്രഹങ്ങളും പിശാചിന്റെയാണെന്ന്. അതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇത് ഞാനല്ല പഠിപ്പിച്ച് അപ്പസ്തോലൻ പഠിപ്പിച്ചേ. കാരണം അപ്പസ്തോലൻ പറയുക, ഞങ്ങൾ തന്നെയോ ദൈവത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കാരണം അവൻ സുവിശേഷത്തിനെതിരാണ്. അപ്പൊ സുവിശേഷത്തിനെതിരായി ഇങ്ങനെ വിഗ്രഹങ്ങൾ വെച്ചിട്ട് അതിലൂടെ അത്ഭുതം നടക്കുന്നത് അത് ചെലുത്താനാണ്. വിഗ്രഹത്തിന്റെ സംശയം മാറിയോ ബ്രദർ? പ്രകടമായി ഇന്ന് കേരളത്തിലെ നമ്മുടെ പള്ളികളിൽ ഇപ്പോ പല സ്ഥലങ്ങളിലും ഈ വിഗ്രഹങ്ങളെ എഴുന്നള്ളിക്കുകയും അല്ലെങ്കിൽ ഇതിനെ പൂവിടുന്നു, ഇതിനെ മാലയിടുന്നു, ഇതിനെ വെറ്റില എറിയുന്നു, ഇതിൻ്റെ അകത്ത് മറ്റേ ഈ വിഗ്രഹങ്ങളിൽ തന്നെ മുടി വളരുന്നു,
വിഗ്രഹങ്ങളിൽ നിന്ന് തേൻ വരുന്നു, പാലൊഴുകുന്നു. ഇതിലെങ്ങാനും ബ്രദർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് വിഗ്രഹാരാധനയുമായി വല്ല ബന്ധമുണ്ടോ ഇല്ലയോ? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോ പൊതുവെ നമ്മളെ ശാന്തോട്ട് കേൾക്കണേ. പൊതുവെ നമ്മുടെ ഈ അതായത് പിതാക്കന്മാരെ, അതായത് നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വിഗ്രഹങ്ങളെ ഒക്കെ ഇങ്ങനെ, അതായത് കർത്താവിൻ്റെ ഒക്കെ വിഗ്രഹം എന്ന് പറയാൻ പറ്റില്ല, വിഗ്രഹം വേറെ ഇത് വേറെ. ഈ രൂപങ്ങളെ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് ദൈവത്തെ കണ്ടുകൊണ്ട് അതിന്റെ ഒരു രീതിയിൽ നമ്മൾ വിഗ്രഹം, അത് ദൈവത്തെ പൂജിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ വിഗ്രഹത്തിന് അത് കാണിക്കുന്നത്. അതായത് നമുക്ക് വേറെ ഇപ്പൊ എൻ്റെ അടുത്ത് ഈശോ ഉണ്ട്, ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ അടുത്തും ഉണ്ട്, പക്ഷെ നമ്മൾ കാണുന്നില്ല. കാണാത്ത കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല, നമ്മുടെ ഉണ്ടെന്നുള്ള വിശ്വാസം. അപ്പൊ നമ്മൾ ആ ദൈവത്തെ ആ രൂപത്തിലൂടെ കണ്ടുകൊണ്ട് ഒരു മാല ഇടുകയോ അല്ലെ തൊട്ടുമുത്തുകയോ ഒക്കെ ചെയ്യുന്നു, അല്ലാതെ അത് അവിഗ്രഹത്തെ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ ആരും പഠിപ്പിച്ചൊന്നുമില്ല, എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ കാര്യമാണ് എനിക്ക് പറയുന്നത്. അപ്പൊ ബ്രദർ CCC ഒന്ന് വായിക്കുക. CCCയിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മളെ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് CCC എന്ന് പറഞ്ഞൊരു ബുക്ക്. ബ്രദർ അത് കിട്ടുമെങ്കിൽ അതെടുത്ത് വായിക്കുക. അതിനകത്ത് 600 ചില്ലാണ്ട് കറക്റ്റ് ഗണ്ഡിക എനിക്ക് ഓർമ്മയില്ല. അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്തെങ്കിലും കാണണമെന്നും എന്തെങ്കിലും ഉണ്ടായാലേ പ്രാർത്ഥിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയാണ് വിഗ്രഹാരാധന എന്ന് കൃത്യമായി CCC നമ്മളോട് പറയുക. അതായത് എന്തെങ്കിലും ഉണ്ടായാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത. അപ്പം ആ ചിന്തയാണ് യഥാർത്ഥമായി വിഗ്രഹാരാധന എന്നുള്ളതാണ് CCC നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബ്രദർ പറഞ്ഞത്. രണ്ടും ഒരേ ആശയത്തിൽ കടന്നു വന്നു. എന്താണ് വിഗ്രഹം, എന്താണ് വിഗ്രഹാരാധന എന്നുള്ളത് സഭ നമ്മളെ പഠിപ്പിക്കുന്നതും ഇതേ കാര്യം തന്നെ ബ്രദർ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമ്മുടെ അടുത്തില്ലാത്തത് ഓക്കെ ശരിയാ. പക്ഷെ വേറൊരു കാര്യമാണ്, അതിപ്പോ ഈ 2000 വർഷമായിട്ടുള്ള സഭയാണല്ലോ. അപ്പൊ അവര് പിതാക്കന്മാരെ അതിനെപ്പറ്റി പഠനം നടത്തിയിട്ട് അത് വേണ്ടെങ്കിൽ അതൊരു റദ്ദ് ചെയ്യും. അത് നമ്മൾ അത് വിഷയമുള്ള കേസല്ല. കഴിഞ്ഞ 2000 വർഷത്തെ കഥ പറയുമ്പോൾ 2000 വർഷമായിട്ടുള്ള കഥ പറയുമ്പോൾ ഒരു കാര്യം ബ്രദർ ചിന്തിക്കുക. ആകെ ലോകത്ത് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50 ലക്ഷം സ്ഥലത്തെങ്ങാണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആകെ 4 സഭ അംഗീകരിച്ചിരിക്കുന്നത്. 4 സഭ അംഗീകരിച്ചിട്ടുള്ളത് മാതാവാണെന്ന്. ബാക്കിയുള്ളവട്ടൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല, ഇതിനൊന്നും തള്ളാനും പോകുന്നില്ല. ഓക്കെ, ഒന്നും എതിർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ തള്ളുക എന്നുള്ളത് സഭയുടെ പണ്ട് തുടങ്ങിയുള്ള സ്വഭാവമല്ല. അപ്പൊ ഈ പറഞ്ഞ പരിപാടി 10 രൂപ വരുമാനം കിട്ടുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് പറയത്തുള്ളൂ. ആരും മിണ്ടില്ല. കുറച്ച് ഇറങ്ങുമ്പോൾ തന്നെ അത് ഇല്ലാതെ ആയിക്കോളും എന്നുള്ള ചിന്തയാണ് പൊതുവെ സഭയ്ക്കുള്ളത്. ഇക്കാര്യത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറഞ്ഞു വരുന്നില്ല. ബ്രദറിന് എത്ര വയസ്സായി? എനിക്കിപ്പോ ഒരു 47 വയസ്സൊക്കെ ആയി. ഓക്കെ, 47 വയസ്സായി. എനിക്ക് എൻ്റെ ഒരു ചെറുപ്പകാലം നോക്കുമ്പോൾ ഇത്രയൊന്നും വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഇത്രയൊന്നും വിഗ്രഹാരാധന രീതികളോ പണ്ടുണ്ടായിരുന്നില്ല. ഉറങ്ങുന്ന ഔസേപിതാവൊക്കെ ഇപ്പം ഈ ഇടയ്ക്ക് വന്നതാ, കുരുക്കഴിക്കുന്ന മാതാവൊക്കെ ഇപ്പം ഈ ഇടയ്ക്ക് വന്നത്. ഇങ്ങനെ ദിവസം കൂടും പുതിയ വിഗ്രഹങ്ങളും പുതിയ സ്ഥലങ്ങളും ഉണ്ടാകുന്നതല്ലാതെ കുറയുന്നതായിട്ട് എൻ്റെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും കാലത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ബ്രദറിന്റെ 47 വയസ്സിൽ ബ്രദർ ഒന്ന് ചിന്തിച്ചു നോക്കുക, ബ്രദറിന്റെ ചെറുപ്പത്തിൽ എന്തായിരുന്നു, ഇന്നത്തെ അവസ്ഥ എന്താണ്, സഭയുടെ പോക്ക് എങ്ങോട്ടാണ്, ഏതൊക്കെ എത്രയോ അധപതിച്ചു പോയെന്നുള്ളത് തിരിച്ചറിയുക. എന്നിട്ട് നമ്മുടെ ചുറ്റുപാടുകളുള്ള വിശ്വാസികൾ എത്ര അധപതിച്ചു പോയെന്നുള്ളത് ബ്രദർ ഒന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഈ കാര്യത്തിന് നമ്മൾ ന്യായീകരിക്കാൻ വരിക. നമ്മുടെ കണ്ണ് തുറന്ന് കാണുന്ന നഗ്നമായ സത്യത്തെ അംഗീകരിക്കാതെ നമ്മൾ ഇപ്പോഴും ആർക്കോ ലാഭം ഉണ്ടാക്കുന്ന വിഗ്രഹത്തിന് വേണ്ടി ന്യായീകരണം കണ്ടെത്തണമെങ്കിൽ ദൈവസന്നിധിയിൽ ഈ ന്യായീകരണം മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത് ബ്രദർ ഒന്ന് ചിന്തിച്ചു നോക്കുക. മനുഷ്യനെ പറ്റിക്കാം, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ സഹോദരനെങ്കിലും വഴിതെറ്റിപ്പോയ പൊന്നു ബ്രദറെ, ഒറ്റ കാര്യം ചിന്തിച്ചോ, കൂടെയുള്ള ഏതെങ്കിലും ഒരുവന് ഇത് ഇടർച്ചയ്ക്ക് കാരണമായി അവൻ വിഗ്രഹാരാധകനായി വഴിതെറ്റിപ്പോയ അതുപോലും ബ്രദറിന്റെ പേരിൽ ബ്രദറിന്റെ അക്കൗണ്ടിൽ വരും. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ തിരിച്ചു അല്ലെങ്കിൽ ഈ വിഗ്രഹത്തിന്റെ ഈ 2000 വർഷമായിട്ട് ഇപ്പൊ ഇതേപോലാണല്ലോ ഈ സഭയിലെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വന്നതിങ്ങനെ ഈ രൂപങ്ങളെ മുത്തിയും അല്ല ഇങ്ങനെ 2000 വർഷം ആയില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഞാൻ അംഗീകരിക്കില്ല. 10 വർഷം ആയിക്കോട്ടെ. അപ്പൊ 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഈ പറയുന്ന ഐക്കണുകൾ വന്നത്. ആൾക്കാരെല്ലാം പൊന്നു ബ്രദറെ കേൾക്കൂ, 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഐക്കണുകൾ വന്നത്. പോയി എല്ലാ മനുഷ്യരും നരകത്തിൽ പോയി എന്നാണ് പറയുന്നത്. അല്ല പറഞ്ഞുതരാം കേൾക്കൂ. 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഐക്കണുകൾ പൊതുവെ സഭയിൽ കടന്നു
വരുന്നത്. ഇത് കേക്കൂ പ്ലീസ്. ഇതുവരെയുള്ള 15-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഡാവിഞ്ചിയുടെ ചിത്രം വരയ്ക്കുന്നത്. ഈ 15-ാം നൂറ്റാണ്ടിന് മുമ്പൊന്നും ഇതുപോലെ ഇന്ന് കാണുന്ന വിഗ്രഹാരാധന പോലെ ഏതെങ്കിലും പടം വെച്ച് അതിന് മാലിടിച്ച് മറ്റേ തേൻ വരുത്തി വിഗ്രഹാരാധന എടുത്തുകൊണ്ട് എഴുന്നള്ളിച്ചു ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെന്ന്. എന്റെ പൊന്നു ബ്രദർ, ഉണ്ടായിരുന്നില്ലെന്ന്. ഇനി വേറൊരു ചരിത്രം, ഇത് കേൾക്കൂ വെറുതെ കിടന്നിട്ട് ഞാൻ പറയട്ടെ. ഇനി ബ്രദർ ഒരു കാര്യം കൂടി ചിന്തിച്ചോ. കേരളത്തിലേക്ക് ഈ കത്തോലിക്ക സഭ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന റോമൻ സഭ അല്ലെങ്കിൽ റോമൻ അധികാരത്തിലേക്ക് നമ്മൾ എപ്പോഴാണ് ചെന്നത്? നമ്മുടെ പൂർവികർ ആരായിരുന്നു? നമ്മുടെ പൂർവികർ ഏത് സഭയിലായിരുന്നു? കത്തോലിക്ക സഭയിലായിരുന്നില്ല. നമ്മുടെ പൂർവികർ കേരളത്തിലെ മർത്തോമ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന നമുക്ക് റോമുമായി യാതൊരുവിധ ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ റോമുമായി ബന്ധം വന്ന് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വിഗ്രഹം വന്നത് ഏത് കാലത്താ? ഒന്ന് വെറുതെ പരിശോധിക്കുക, ചരിത്രം ഒന്ന് പരിശോധിക്കുക. 16-ാം നൂറ്റാണ്ടിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് വിഗ്രഹം ചോദിച്ചതിനല്ല ബ്രദർ മറുപടി പറയുന്ന ബ്രദർ ചോദിച്ചു. 2000 വർഷമായിട്ട് എല്ലാവരും വിഗ്രഹാരാധകരാണെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പോയോ എന്ന ചോദ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്. 2000 വർഷമായിട്ട് ഇവരാരും വിഗ്രഹാരാധകരല്ലെന്ന്. കാരണം 16-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഇവർ വിഗ്രഹാരാധകരായത് കേരളത്തിലുള്ള ക്രിസ്ത്യാനികൾ. 16-ാം നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ ഒരൊറ്റ ആള് പോലും വിഗ്രഹാരാധകരായിരുന്നില്ല. ആരാധിച്ച നരകത്തിൽ പോകുക ദൈവവചനം പറയുന്നതാണ്. വിഗ്രഹാരാധിക്കുന്നവർ നരകത്തിൽ പോകുന്നത് നരകത്തിലാണെന്നാണോ ബ്രദർ പറയുന്നത്? ദൈവവചനമാണ് പറയുന്നത്, ഞാനല്ല പറയുന്നത്. എനിക്ക് പറയാൻ അധികാരമില്ല. കാരണം ഞാൻ ആ കാര്യത്തിൽ അധികാരിയല്ല. ദൈവവചനം പറയുന്നത് മദ്യപാനി വിഗ്രഹാരാധകൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. ഞാനല്ല പറഞ്ഞത്, ദൈവാത്മാവിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 15 ശേഷമുള്ള ഒരു നരകത്തിൽ പോയി. അപ്പൊ ഈ പിതാക്കന്മാർക്ക് അറിയാലേ? ഞാൻ പറഞ്ഞില്ല എല്ലാവരും ഞാൻ പറഞ്ഞില്ലെന്ന്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സഭ കുറെ തീരുമാനങ്ങൾ എടുക്കുന്നത് അത് അവര് പഠിച്ചിട്ടും അല്ലെ അതിനെ അല്ല. അപ്പൊ എന്ത് പഠിച്ചിട്ടാ? എന്ത് കാര്യം പഠിച്ചിട്ടാ? ഇപ്പൊ സഹരക്ഷകയാണെന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് നടന്നത് എന്ത് കാര്യം പഠിച്ചിട്ടായിരുന്നു? ഇപ്പൊ അല്ലാന്നുള്ള സഭ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെ സഭ അത് കോമൺ ആയിട്ട് അംഗീകരിച്ചൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞു. അതൊക്കെ അതിനെപ്പറ്റി പഠനം ആര് പറഞ്ഞു സഹരക്ഷകയാണെന്ന്? ആരെ പറഞ്ഞു? ഇത് അതിപ്പോ നമ്മൾക്കിപ്പോ വല്ല കൂതാശ പോലെ അല്ലെ എങ്ങനെ നമ്മൾ പറഞ്ഞ ഈശോ പിന്നെ അങ്ങനെ നമ്മളെ സഭ പഠിപ്പിക്കുന്ന ഈശോ ആണ് പിന്നെ എന്താ രക്ഷിച്ചെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് അത് കുറെ അച്ഛന്മാരോ അല്ലെ ആരെങ്കിലും ഒക്കെ അങ്ങനെ പറയുന്ന അല്ലെ ആൾക്കാർ പറയുന്നു. അതിഞ്ഞും പറയരുതെന്ന് സഭ വിലക്കി. അതാ ഞാൻ പറഞ്ഞു എന്ത് തെറ്റ് ഇത് തന്നെയാണ് വിഗ്രഹത്തിന്റെ കാര്യത്തിലുള്ളൂ. അതിനപ്പുറത്തോട്ട് വേറൊരു പഠനമില്ല. സഭയുടെ ഏതെങ്കിലും കഴിഞ്ഞ സഭ അത് വിലക്കുക കാര്യത്തിൽ സംശയമുള്ള കാര്യമില്ല. അത് സഭ വിലക്കുമ്പോ എന്നാ ബ്രദർ വിലക്കിയാൽ മതി, കുഴപ്പമില്ല. ഞാൻ ബൈബിൾ വിലക്കുമ്പോ ഞാൻ വിലക്കുകയാണ്. ഇത് 7-ാം നൂറ്റാണ്ടിൽ ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഐക്കണുകൾ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനെ ശക്തമായി എതിർത്തവർ ഈ സഭയുടെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അനേക വ്യക്തികൾ ഉണ്ടായിരുന്നു. അന്ന് ഈ ഐക്കണുകൾ അനുവദിച്ചത് തന്നെ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് സുവിശേഷം പ്രഘോഷിക്കാൻ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിത്രം കാണുകയാണ്. ഒരു വ്യക്തി ഒരു ആടിനെ എടുത്തുകൊണ്ട് നടന്നു പോകുന്നത്, ആടിനെ തോളത്തേറ്റി നടന്നു പോകുന്ന ഒരു ചിത്രം കാണുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് കേൾക്കൂ ഇതായിരുന്നു അനുവദിച്ചിരുന്നത്. ഒരു ആടിനെ എടുത്തുകൊണ്ട് പോകുന്ന നല്ല ഇടയനെ കാണിക്കുന്ന, ക്രിസ്തുവിനെ കാണിക്കുന്ന ഒരു ചിത്രം. ഇത്രയൊക്കെയാണ് ഐക്കണുകളായിട്ട് തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഒരു പൊതുവെ സമൂഹം പറയുന്ന പോലെ എൻ്റെ വല്യപ്പാപ്പൻ ഒരു 1.5 പെഗ് കഴിക്കുമായിരുന്നു, അത് ഡെയിലി കഴിക്കുമായിരുന്നു. എൻ്റെ അപ്പനിലേക്ക് വന്നപ്പോൾ പുള്ളി ഒരു ഫുള്ളായി, ഇപ്പം ഞാൻ മുഴുക്കുടിയനായി എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ പ്രശ്നം. ഇതായിരുന്നു സഭ 7-ാം നൂറ്റാണ്ടിൽ അനുവദിച്ചെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ചിത്രങ്ങൾ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളെ പൂവിട്ട് പൂജിക്കൽ, അതിനെ എഴുന്നള്ളിച്ചുകൊണ്ടടക്കൽ, അതിനെ തുള്ളിച്ചാടിക്കൽ, അതിൽ നിന്ന് അത്ഭുതങ്ങൾ, അതിൽ നിന്ന് തേൻ വരുന്നു, പാൽ വരുന്നു, ഇങ്ങനെ തുടങ്ങി വൃത്തികേടുകളുടെ അങ്ങേയറ്റം കടന്നു വന്നു. എന്നിട്ടും നമ്മൾ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ ഐക്കൺ എന്തുകൊണ്ട് സഭ അന്ന് അനുവദിച്ചു, പക്ഷെ ഇന്ന് അതിന്റെയൊക്കെ അപ്പുറം കടന്നുപോയി. ഒറ്റ കാര്യം പ്രതി ചിന്തിച്ചു നോക്കുക. ഒരു 100 വർഷം മുമ്പ് എത്ര വീടുകളിൽ ഈ ചിത്രം ഉണ്ടായിരുന്നു? 100 വർഷം മുമ്പ് ഏറ്റവും കാശുള്ളവന്റെ വീട്ടിൽ മാത്രമാണ് ഈ സാധനം ഉണ്ടായിരുന്നത്. അല്ല, വേണ്ടെന്ന് വെക്കാതിരിക്കുക. അത് വെക്കുമ്പോ അതാ ഞാൻ പറഞ്ഞു, അത് സഭ വെക്കുമ്പോ ബ്രദർ വെച്ചാൽ മതി. അപ്പസ്തോലന്മാർ വെച്ചതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ബൈബിള് വേണ്ടെന്ന് വെച്ചതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. അതായത് ബൈബിള് വിഗ്രഹാരാധനയെ എതിർക്കുന്നതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു.
ഞാൻ എന്റെ വീട്ടിൽ നിന്നുള്ള വിഗ്രഹമൊക്കെ എടുത്ത് ഞാൻ കത്തിച്ചു. അത് എന്റെ സ്വാതന്ത്ര്യമാണെന്ന് ഞാനത് പ്രഘോഷിക്കും. കാരണം ആ ബൈബിൾ പ്രഘോഷിക്കാനുള്ള അനുവാദം എന്റെ സ്വർഗം എനിക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാനത് പ്രഘോഷിക്കുക തന്നെ ചെയ്യും. സത്യസുവിശേഷം ഞാനത് പ്രഘോഷിക്കുക തന്നെ ചെയ്യും. അത് യാതൊരു കോംപ്രമൈസും ഇല്ല. ബ്രദറിന് ഇനി സഭ വിരോധിക്കുമ്പോൾ മാത്രം വിരോധിച്ചാൽ മതിയെന്ന്. അതായിക്കോ, അത് ബ്രദറിന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അത് ന്യായീകരിക്കുമ്പോ ഫാക്ട് ആയിട്ട് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ വഴി തെറ്റിക്കാൻ വന്നവരെ കണ്ണു തുറന്ന് കാണാനുള്ളൊരു കൃപ ബ്രദറിന് ലഭിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, ശരി എന്നാ വിളിക്കാം. ശരി. എന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല, സന്തോഷം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ ക്ഷമിക്കുക. ഞാനേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ബ്രദർ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടാവില്ല. ശരി. ശരി. ഓക്കെ.